അമേരിക്കയും ഇന്ത്യയും തമ്മിൽ തരക്കേടില്ലാത്ത ബന്ധമാണ് കഴിഞ്ഞ കുറെ കാലമായി എന്ന് എല്ലാവർക്കും അറിയാം. അമേരിക്കയുടെ താല്പര്യം ചൈനയെ തടയിടുക എന്നതാണ്. ചൈന ലോകശക്തിയായി വളരുമ്പോൾ അതിനെ നേരിടാൻ ഇന്ത്യയുടെ പിന്തുണ വേണമെന്ന് അമേരിക്കയ്ക്കും പാശ്ചാത്യ ശക്തികൾക്കും അറിയാം. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതോടെ മോദിയുടെ സുഹൃത്ത് എന്ന നിലയിൽ ആ ബാന്ധവം കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത്. എന്നാൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുകയും ഇന്ത്യ തിരിച്ചടി കൊടുക്കുകയും ചെയ്തപ്പോൾ ട്രംപ് ഇന്ത്യക്ക് അനുകൂലമായി നിലപാടെടുത്തില്ല എന്ന് വ്യക്തമായി വരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ട്രംപ് പാകിസ്ഥാനെ ചേർത്ത് പിടിക്കുകയും പാകിസ്ഥാന്റെ മഹത്വത്തെക്കുറിച്ച് ആവർത്തിക്കുകയും ചെയ്തത് പലതവണയാണ്. പാകിസ്ഥാൻ മനോഹരമായ രാജ്യമാണ്, അവിടെ അതിശക്തമായ ഉൽപാദനം നടക്കുന്നു എന്നൊക്കെയാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. അതേസമയം 2018 ട്രംപ് ആദ്യം പ്രസിഡന്റായി ചുമതലയേൽക്കുമ്പോൾ അങ്ങനെയായിരുന്നില്ല നിലപാട്. ട്രംപിന്റെ ആദ്യത്തെ ട്വീറ്റ് തന്നെ പാകിസ്ഥാനെതിരെയായിരുന്നു. ഇതുവരെ അമേരിക്കയെ കബളിപ്പിച്ച് 33 ബില്യൺ 15 വർഷം കൊണ്ട് സഹായമായി പാകിസ്ഥാൻ കൊണ്ടുപോയി. $1 പ്രയോജനം അമേരിക്കയ്ക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുകയും തീറ്റിപ്പോറ്റുകയും അവർ അമേരിക്കക്കാർക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. അതൊക്കെ പഴയ കാലം, ഇനി സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ട്രംപിന്റെ 2018 തുടക്കം. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ ട്രംപ് ബോധപൂർവം പാകിസ്ഥാനെ സഹായിക്കാൻ രംഗത്തിറങ്ങി. പാകിസ്ഥാന്റെ അടിവേര് മാന്തുന്ന തരത്തിലേക്ക് ഇന്ത്യൻ സേന കടന്നു കയറുകയും പാകിസ്ഥാൻ വ്യോമ താവളങ്ങൾ തകർക്കുകയും പാകിസ്ഥാൻ സൈനിക ആസ്ഥാനത്തിന്റെയും ആണവ കേന്ദ്രത്തിന്റെയും പടിവാതിൽക്കൽ വരെ ബ്രഹ്മോസ് മിസൈൽ അയക്കുകയും ചെയ്തപ്പോൾ ട്രംപ് ചാടിയിറങ്ങി യുദ്ധം അവസാനിപ്പിക്കുകയായിരുന്നു. പാകിസ്ഥാന് വേണ്ടിയായിരുന്നു ട്രംപ് ഇടപെടൽ നടത്തിയത്. യുദ്ധം വലിച്ചു നീട്ടാൻ താല്പര്യമില്ലാതെ കൃത്യസമയത്ത് അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് ഇന്ത്യ വഴങ്ങി. എന്നാൽ ഇന്ത്യയെ അപമാനിക്കുന്ന തരത്തിൽ ട്രംപിന്റെ മിടുക്കുകൊണ്ടാണ് യുദ്ധം അവസാനിച്ചത്, ട്രംപിന്റെ മധ്യസ്ഥതയിലാണ് ഇതൊക്കെ തീർന്നത് തുടങ്ങിയ അവകാശവാദവുമായി ട്രംപ് രംഗത്ത് വന്നു. ഇന്ത്യ പരസ്യമായി തന്നെ അത് നിഷേധിച്ചു. പക്ഷെ ട്രംപ് ഇപ്പോഴും അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കുന്നു.